ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ് സെക്കൻഡ് മൊഡ്യൂൾ ചാർജിങ് സിസ്റ്റം ആൻഡ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം അതിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡി സി ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ഡൈനാമോ പ്രാക്ടിക്കലി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഓരോ കമ്പോണൻസിൻ്റെ ഫങ്ഷൻ, എന്തിനൊക്കെയാണ് ആ കമ്പോണൻസ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഓരോ കമ്പോണൻസും അതിൻ്റെ ദൗത്യം ചെയ്യുന്നത്, അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഡൈനാമോൻ്റെ ഓരോ പാർട്സിൻ്റെയും കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഡി സി ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ, ഇതിലെ ഒരു മെയിൻ കമ്പോണൻറ്റ് അഥവാ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ എ സി ജനറേറ്റർ. അതിന് വ്യത്യസ്തമായി ഒരു ഡി സി ജനറേറ്ററിൽ മാത്രം കാണുന്ന, ഡി സി ജനറേറ്ററിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന, എ സിനെ ഡി സി ആക്കുന്ന മെയിൻ കമ്പോണൻ്റാണ് കമ്മ്യൂട്ടേറ്റർ. ആ കമ്മ്യൂട്ടേറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ പറയുന്നത്. കമ്മ്യൂട്ടേറ്ററിൻ്റെ വർക്കിംഗ് നമുക്കറിയാം. കമ്മ്യൂട്ടേറ്റർ എന്താ ചെയ്യുന്നത്, നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറേറ്ററിൻ്റെ അകത്തുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കിയിട്ട് അഥവാ യൂണി ഡയറക്ഷണൽ കറണ്ടായിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടായിരുന്ന, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പീരിയോഡിക്കലി അത് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അത് അഥവാ നെഗറ്റീവിലേക്ക് പോകുന്ന കറണ്ടിനെ അത് റിവേഴ്സ് ചെയ്തിട്ട് പോസിറ്റീവ് സൈക്കിളിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വേവ് ഫോം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും ആൾട്ടർനേറ്റീവായിട്ട്. ഇതിനെ വെറും സെറ്റ് ഓഫ് പോസിറ്റീവ് വാല്യൂസ് ആക്കിയിട്ട് മാത്രം കൺവേർട്ട് ചെയ്യാം. ഇതാണ് ഒരു ജനറേറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്ന ഡയറക്റ്റ് കറണ്ട്. ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നതിനെ ഇവിടെ പോസിറ്റീവിലേക്ക് തന്നെ മാറ്റുന്നു. ഇങ്ങനെ പോസിറ്റീവിനെ അതേ ഇതിൽ നിർത്തുന്നു, നെഗറ്റീവിലേക്ക് പോകുമ്പോൾ അത് റിവേഴ്സ് ചെയ്ത് പോസിറ്റീവിലേക്ക് ആക്കുന്നു. ഇതാണ് ഒരു കമ്മ്യൂട്ടേറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പൾസേറ്റിംഗ് ഡി സി ഡയറക്റ്റ് കറണ്ട്, ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതെന്താ ചെയ്യുന്നത്, ഈ നെഗറ്റീവിലേക്ക് പോകുന്നത് ഈ പീരിയോഡിക്കലി ഇങ്ങനെ ഒന്നിടവിട്ട് റിവേഴ്സ് ചെയ്യുന്ന ആരാണ്, ഈ കമ്മ്യൂട്ടേറ്ററാണ്. കമ്മ്യൂട്ടേറ്റർ സിമ്പിളായിട്ട് ഒരു സ്പ്ലിറ്റ് റിംഗ് ആണ്. ഒറ്റ റെക്റ്റാങ്കുലർ കോയിലുള്ള എ സി ജനറേറ്റർ അല്ലെങ്കിൽ ഡി സി ജനറേറ്റർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതൊരു ഡി സി ജനറേറ്റർ ആണെങ്കിലും എ സി ജനറേറ്റർ ആണെങ്കിലും ആൾട്ടർനേറ്റർ ആണെങ്കിലും ഡൈനാമോ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ സി ആണ്. കാരണം കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൾറെഡി പറഞ്ഞു, ഈ കോയിൽ നമ്മൾ ചിത്രത്തിൽ കണ്ടതുപോലെ ഇവിടെയുള്ള ഈ റെക്റ്റാങ്കുലർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആദ്യം ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരുന്നു. അപ്പോൾ ഇവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞുള്ള കോയിൽ ഇങ്ങനെയാവുമ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എ ബി എന്ന് പറഞ്ഞ ഭാഗം സി ഡി എന്ന് പറഞ്ഞ ഭാഗം താഴെ എത്തുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് പോസിറ്റീവ് വാല്യൂസ് കംപ്ലീറ്റ് ആവും. വീണ്ടും പിന്നെ മുകൾ ഭാഗം താഴെ ഭാഗത്തെത്തി വീണ്ടും കറങ്ങുകയാണ്, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് കറങ്ങുന്നത്, നേരെ ഓപ്പോസിറ്റ് തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം മുകൾ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഡയറക്ഷൻ ഇൻ്റർചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് നേരെ നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അങ്ങനെ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നെഗറ്റീവിലേക്കാണ് പിന്നെ മാക്സിമം. അപ്പോൾ വീണ്ടും നമ്മൾ അടിഭാഗം പിന്നെയും കറങ്ങി മേളിലെത്തുന്ന സമയത്ത് വീണ്ടും ഇത് നമ്മളെ എക്സ് ആക്സിസിലെത്തുന്നു. ഇങ്ങനെ
വീണ്ടും ഇത് പോസിറ്റീവിലേക്ക് മാക്സിമം ഇതിങ്ങനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ 180 ഡിഗ്രിയിലും ഇതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് യൂണി ഡയറക്ഷനിൽ ഓരോ 180 ഡിഗ്രി കഴിയുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നതിന് വീണ്ടും പോസിറ്റീവായിട്ട് ഇതിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്നത് ഈ ഒരു സ്പ്ലിറ്റ് റിങ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്ററാണ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മളെ ഈ കോയിൽ നേരെ താഴെ തിരിച്ച് കറങ്ങുന്ന സമയത്ത് അത് സ്പ്ലിറ്റായിട്ടുള്ള റിങ് കൊടുത്തതുകൊണ്ട് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് സ്പ്ലിറ്റായിട്ട് 2 ഹാഫായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ ഇത് കറങ്ങി തിരിഞ്ഞ് എത്തുന്ന സമയത്ത് നേരെ ഈ ഹാഫ് ഈ സൈഡിലും ഈ ഹാഫ് നേരെ ആ 2 സെക്ഷൻസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഫ്ലോ എന്ത് ചെയ്യില്ല, മാറില്ല. കറണ്ട് ഫ്ലോ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന ആ സമയത്തും നമുക്ക് കറണ്ട് ഫ്ലോ പോസിറ്റീവിൽ തന്നെ കിട്ടും. അത് ഈ ഒരു സ്പ്ലിറ്റ് റിങ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ബേസിക് വർക്കിംഗ്. എന്നാൽ ഈ കമ്മ്യൂട്ടേറ്റർ പ്രാക്ടിക്കലി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഒരു DC ജനറേറ്ററിൻ്റെ അകത്ത് ഒറ്റ കോയിലല്ല പ്രാക്ടിക്കൽ കേസിൽ ഉണ്ടാവുക, ഒരുപാട് കോയിൽസ് ഉണ്ടാവും. ഉണ്ടാകുമ്പോൾ ആ ഓരോ കോയിൽസിൻ്റെയും ഓരോ വൈൻഡിങ്സ്, ആർമേച്ചറിൻ്റെ ഓരോ വൈൻഡിങ്സ് നേരത്തെ കണ്ടിരുന്നതാണ് ആർമേച്ചറിൻ്റെ അകത്ത് ഒരുപാട് വൈൻഡിങ്സ് ഉണ്ടാവും, ഒറ്റ കോയിലല്ല പ്രാക്ടിക്കൽ കേസിൽ എന്ന് പറയുന്നത്. അതിന് ചുറ്റുഭാഗത്തും ഒരുപാട് കോയിൽസ് ഉണ്ടാവും, ഒരുപാട് സ്ലോട്ട്സിൽ. അപ്പോൾ ആ കോയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കമ്മ്യൂട്ടേറ്ററുമായി ആ ആർമേച്ചർ വൈൻഡിങ്സ് മൊത്തം അല്ലെങ്കിൽ ആ കോയിൽസ് മൊത്തം കണക്ട് ചെയ്യണം. അതിൻ്റെയൊക്കെ എൻഡ് കണക്ട് ചെയ്യേണ്ടത് ഈ കമ്മ്യൂട്ടേറ്ററിലാണ്. അപ്പോൾ ആ കമ്മ്യൂട്ടേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്, അപ്പോൾ ആ കമ്മ്യൂട്ടേറ്ററിൽ ഓരോ വൈൻഡിങ്സിലും ഇതുപോലെ ഡയറക്ഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മൾ AC DC ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു ഈ ഒരു കമ്മ്യൂട്ടേറ്റർ, ഇതാണ് ചിത്രത്തിൽ കാണിച്ചുള്ള കമ്മ്യൂട്ടേറ്റർ, ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് പീസ് ആയിട്ട് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷനാണ്. എന്നിട്ട് ഒരു സർക്കുലർ സിലിണ്ടറിക്കൽ ഫോമിലേക്ക് ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെയാണ് അതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് വ്യൂ ആണ്, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഇത് ടോപ്പ് വ്യൂ മാത്രമല്ല, ഇവിടെ കട്ട് ചെയ്തിട്ടുള്ള ടോപ്പ് വ്യൂ ആണ്, കട്ട് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെയുള്ള ഒരു സെക്ഷൻസ്, അതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു റൈസറും കൂടെ ഉണ്ടാവും ഇങ്ങനെ. പിന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നെറ്റ് കൂടെ കൊടുത്തിട്ടുണ്ടാവും. ഇതൊരു ഷാഫ്റ്റുമേൽ, നമ്മൾ ആർമേച്ചറിൻ്റെ ഷാഫ്റ്റുമേലാണ് ഉണ്ടാവുക. ഇതോരോ ഇതുപോലത്തെ സെക്ഷൻസ് ഇങ്ങനെ അടുക്കി വെച്ച് ഇതുപോലെ ഇങ്ങനെ അടുക്കി ഒരു സിലിണ്ടറിൻ്റെ ചുറ്റുഭാഗത്തും വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ സെക്ഷൻസുമൊക്കെ നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് ആ ഓരോ ആർമേച്ചർ വൈൻഡിങ്സിലും ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂട്ടേറ്ററും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ കമ്മ്യൂട്ടേറ്ററുമായിട്ടാണ് നമ്മൾ ബ്രഷ് എന്ന് പറഞ്ഞാൽ കാർബൺ ബ്രഷസ്, അഥവാ ഈ കറങ്ങുന്ന കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കറണ്ടിനെ പുറത്തേക്ക് സപ്ലൈ ചെയ്യുന്ന ആളാണ് ബ്രഷ്. ആ ബ്രഷിലേക്ക് ഇത് കറങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഈ വൈൻഡിങ്സ് പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കഴിഞ്ഞാലും ഇതിങ്ങനെ സെക്ഷനായിട്ട് ഇടയിൽ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടാവും, മൈക്ക ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഓരോ സെക്ഷനും തമ്മിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിങ്ങനെ ഈ ബ്രഷസിൽ ഇങ്ങനെ തട്ടി പിന്നെ കറങ്ങി വരുന്നത്, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം തട്ടുന്ന സമയത്ത് അവിടെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കഴിഞ്ഞാലും, അഥവാ നമ്മൾ ഈ വൈൻഡിങ്സിൻ്റെ ഒരു ഭാഗം പിന്നെ നേരെ താഴെത്തി പിന്നെ വീണ്ടും കറങ്ങുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെത്തുമ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറാതെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത് ഈ ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ആണ്. അതിനൊരു പ്രാക്ടിക്കൽ ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ഒരു കമ്മ്യൂട്ടേറ്ററിൻ്റെ ചിത്രം എങ്ങനെയാണ് ഉണ്ടാവുക? ഇതിൻ്റെ സെൻട്രലിലാണ് ഷാഫ്റ്റ്, ഇതിലാണ് പാസ് ചെയ്യുക ആർമേച്ചർ ഷാഫ്റ്റ്. ഇതാണ് നമ്മൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഓരോ സെഗ്മെൻറ്റ്സ് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ
ഒരു സർക്കുലർ ഷേപ്പിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻട്രലിലാണ് നമ്മൾ ആർമേച്ചർ ഷാഫ്റ്റ് ഉണ്ടാവുക. ഇത് ആർമേച്ചർ ഷാഫ്റ്റുമായി എങ്ങനെ കണക്ട് ചെയ്യുന്നത് നമുക്ക് ഫിഗറിൽ നോക്കാം. പ്രാക്ടിക്കൽ കേസിൽ കമ്മ്യൂട്ടേറ്റർ നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സുമായി കണക്ട് ചെയ്തിട്ടുള്ളൊരു ഫിഗറാണുള്ളത്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഇതാണ് ആർമേച്ചർ വൈൻഡിങ്സ്. ഇത് നമ്മൾ കമ്മ്യൂട്ടേറ്ററുമായി കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇങ്ങനെയാണ് ആർമേച്ചർ വൈൻഡിങ്സും കമ്മ്യൂട്ടേറ്ററും ഉണ്ടാവുക പ്രാക്ടിക്കൽ കേസിൽ. ഓക്കെ, അതിൻ്റെ ഇടയിൽ മൈക്ക ഇൻസുലേഷൻ കാണിച്ചിട്ടുണ്ട്, ഷാഫ്റ്റ്, കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ക്ലിയർ ആയല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂട്ടേറ്ററിൽ എന്തൊക്കെയാണുള്ളത്? കമ്മ്യൂട്ടേറ്റർ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് കോപ്പർ സെഗ്മെൻറ്റ്സ്. കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ചിത്രത്തിൽ നിങ്ങൾ കണ്ടു കോപ്പർ സെഗ്മെൻറ്റ്സ് ഫിക്സഡ് അറൗണ്ട് ദി പാർട്ട് ഓഫ് ദി സർക്കംഫറൻസിങ് ഓഫ് എ റൊട്ടേറ്റിംഗ് മെഷീൻ. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീന് ചുറ്റുഭാഗത്തും ഇങ്ങനെ സെഗ്മെൻറ്റ്സ് ആക്കി ഇങ്ങനെ കൊടുത്തിട്ടുള്ള സെറ്റ് ഓഫ് കോപ്പർ സെഗ്മെൻറ്റ്സ് ആണ് കമ്മ്യൂട്ടേറ്ററിലുള്ളത്. ഓക്കെ, ഇനി ഈ കമ്മ്യൂട്ടേറ്ററിൽ ഓരോ സെഗ്മെൻറ്റ്സ് നമ്മൾ ആർമേച്ചറിൻ്റെ കോയിലുമായിട്ട് കണക്ട് ചെയ്യുന്നു, ആർമേച്ചറിൽ വൈൻഡിങ്സുമായി കണക്ട് ചെയ്യുന്നു. ഇനി ഇത് റേഡിയൽ സൈഡ്സിൽ ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെയുള്ള ഷേപ്പ് നമ്മൾ കണ്ടു. ആ ഷേപ്പിലാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ സെഗ്മെൻറ്റ്സ് ഹാവിങ് റേഡിയൽ സൈഡ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു റേഡിയൽ ഷേപ്പിൽ ഇങ്ങനെ നീളത്തിലായിട്ട് സർക്കുലർ ഷേപ്പിലാക്കിയിട്ട് ഓരോ സെക്ഷനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഓരോ സെഗ്മെൻറ്റിൻ്റെ ഇടയിലും നമ്മൾ മൈക്ക എന്ന് പറഞ്ഞൊരു എലമെൻ്റാണ്, ഒരു ഇൻസുലേറ്ററാണ്. ഇലക്ട്രിക്കൽ മെഷീൻസിലൊക്കെ യൂസ് ചെയ്യുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മൈക്ക എന്ന് പറഞ്ഞ കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് കൊണ്ടാണ്, അത് ആ ഒരു ഇൻസുലേറ്റർ കൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഇൻസുലേറ്റ് ചെയ്തില്ല ഓരോ സെഗ്മെൻറ്റ്സിൻ്റെ ഇടയിലും. ഇനി ഒരു മൈൽഡ് സ്റ്റീൽ ബുഷും ഒരു സ്ലീവും വെച്ചിട്ടാണ്, മൈൽഡ് സ്റ്റീലിൻ്റെ ബുഷും സ്ലീവും വെച്ചിട്ടാണ് ഇത് ആർമേച്ചർ ഷാഫ്റ്റിൽ കണക്ട് ചെയ്യാറുള്ളത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് സ്ലീവ്, ഇതിൻ്റെ എൻഡിലുള്ള സ്ലീവ്. ഇനി ഇതിൻ്റെ എൻഡിലൊരു എൻഡ് റിങ് സാധാരണ കൊടുക്കാറുണ്ട്. ഇനി ഇതുമെന്ന് നമ്മൾ കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എസിനെ ഡി സി ആക്കി കൊടുക്കുന്നത്, അത് കൊടുത്ത് എസിന് ഡി സി ആയിട്ട് ആ സപ്ലൈനെ കൈമാറുന്നത് ബ്രഷ് വഴിയാണ്. കാരണം ഈ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കറങ്ങുന്ന വസ്തുവാണ്. ഈ ആർമേച്ചർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ആ കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി ഈ കമ്മ്യൂട്ടേറ്റർ അതിൽ സ്റ്റോർ ചെയ്യല്ല ചെയ്യുന്നത്. അത് നേരെ ഡയറക്റ്റ് കറണ്ടാക്കി എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഒരു ജനറേറ്റർ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു അല്ലേ. ആ പുറത്തേക്ക് എടുക്കാൻ ഇതിൻ്റെ കൂടെ സഹായിക്കുന്നത് ബ്രഷസ് ആണ്. ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ മെറ്റലിൻ്റെ ഒരു സ്ക്വയർ ആയിട്ടുള്ള മെറ്റൽ കൊണ്ടോ അല്ലെങ്കിൽ കാർബൺ കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള സ്ക്വയർ പീസസ്, അത് ഈ കമ്പ്യൂട്ടർ ഇങ്ങനെ തട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ കറണ്ട് ഇങ്ങനെ അത് ഈ ബ്രഷും അതുപോലെ കമ്മ്യൂട്ടേറ്ററും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നിൽ കോപ്പർ ഉണ്ട്. കമ്മ്യൂട്ടേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം കോപ്പർ കൊണ്ടാണ്. ബ്രഷ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രാഫൈറ്റ് പോലത്തെ കറണ്ട് കടത്തി വിടുന്ന കാർബൺ കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കോപ്പറിൻ്റെ മെറ്റൽ പീസായിരിക്കും. അപ്പോൾ അതാണ് ബ്രഷ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ചിത്രത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ജനറേറ്ററിന് മൊത്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ മാഗ്നറ്റുകളാണിത്. അതിൻ്റെ സെൻറ്ററിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ. ഇത് രണ്ടുമാണ് ബ്രഷസ്. അപ്പോൾ ആ ബ്രഷ് സ്റ്റേഷനറിയാണ്. ബാക്കി ആർമേച്ചർ ഷാഫ്റ്റും കമ്മ്യൂട്ടേറ്ററും ആർമേച്ചറും ഒക്കെ ഈ മാഗ്നറ്റിൻ്റെ ഇടയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആർമേച്ചർ വൈൻഡിങ്സ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആർമേച്ചർ വൈൻഡിങ്സ് അതാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അതിന് കണക്ട് ചെയ്തിട്ടുള്ള കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് മാഗ്നറ്റിൻ്റെകൾക്കിടയിൽ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്തിട്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. അപ്പോൾ
അപ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഡയറക്ഷൻ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്ത് ബ്രഷ് വഴി നമുക്ക് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൾസേറ്റിംഗ് ഡി സി മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഡയറക്ഷൻ പോസിറ്റീവ് സൈക്കിൾ മാത്രം ഉണ്ടാവും. ഇതിനാണ് പൾസേറ്റിംഗ് ഡി സി. ഒരു ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് കറണ്ട്, ഇതാണ് പൾസേറ്റിംഗ് ഡി സി എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മളൊരു ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ എപ്പോഴും ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ഫുൾ ടൈം 5 വോൾട്ട് ആയിരിക്കും. എന്നാൽ ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നത് അതിങ്ങനെ നമുക്കറിയാത്തൊരു ഹൈ ഫ്രീക്വൻസിയിൽ അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നത് AC ആണെങ്കിലും DC ആണെങ്കിലും പൾസേറ്റിംഗ് DC ആണ് ജനറേറ്ററിൽ നിന്ന് കിട്ടുക. അതിങ്ങനെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ കറങ്ങണതുകൊണ്ടാണ് ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കട്ട് ചെയ്യുന്നതിൻ്റെ തോതനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കൂടിയും കുറഞ്ഞ് വീണ്ടും കൂടി കുറഞ്ഞ് അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയൊക്കെയാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയാനുള്ളത്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചിട്ട് ഈ ഒരു നോട്ട് ഇതിനെക്കുറിച്ച് എഴുതി കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് കൺസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ മാക്സിമം 7 മാർക്കിന് 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിലും ഈ ഫിഗർ വരച്ചിട്ട് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ആർമേച്ചർ റിയാക്ഷൻ. ഒരു ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്ററിൽ വരുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത് കമ്പോണൻ്റ് കാര്യമൊന്നുമല്ല, ഇതൊരു ഫിനോമിനയാണ്. അതൊരു DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോൻ്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ് ആർമേച്ചർ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് കിട്ടും ആർമേച്ചർ കാരണം ഉണ്ടാകുന്ന റിയാക്ഷൻ. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ജനറേറ്ററിൻ്റെ അകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ്, അതാണ് ആർമേച്ചർ. ആ ആർമേച്ചർ കാരണം എന്തിലാണ് റിയാക്ഷൻ ഉണ്ടാകുന്നത്? നമ്മളെ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഗാന്ധം കൊടുക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് സാധാരണ ഈ ആർമേച്ചർ ഇല്ലാതെ അല്ലെങ്കിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാതെ സ്റ്റേഷനറി ആയി നിൽക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പ്രാക്ടിക്കൽ കേസിൽ ഈ ഫസ്റ്റത്തെ ചിത്രത്തിൽ പോലെയാണ് നമ്മൾ കാണിക്കാറുള്ളത്. ഇതാണ് മെയിൻ ഫീൽഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഗാന്ധങ്ങൾക്കിടയിലാണല്ലോ, നോർത്ത് ആൻഡ് സൗത്ത് പോൾക്കിടയിലാണല്ലോ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉണ്ടാവുക. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിൻ്റെ ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. അത് പാരലലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെയാണ്. ഇതിൻ്റെ GNA എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്, MNA എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. GNA എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിൻ്റെ, ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ന്യൂട്രൽ ആക്സിസ് ആണ് GNA. അഥവാ ഇപ്പോൾ ഇതൊരു പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ഇതാണ് ഇതിൻ്റെ GNA, ജോമെട്രിക് ഷേപ്പിൻ്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ സെൻറ്റർ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു യൂണിഫോം ആയിരിക്കും. അതാണ് ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. എന്നാൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി മാഗ്നറ്റിക് ലൈൻസിൻ്റെ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് മെയിൻ ഫീൽഡ് ഫ്ലക്സിൻ്റെ GNAയും MNAയും ഒരേ ലൈനിലായിരിക്കും. ഇതിൽ ആർമേച്ചർ സ്റ്റേഷനറി ആകുമ്പോൾ. ഇനി ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആർമേച്ചറിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഈ ആർമേച്ചർ എന്നാണ് ഇതിനുള്ളിൽ ആർമേച്ചർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആർമേച്ചർ. ഈ ആർമേച്ചർ മാഗ്നറ്റിൻ്റെ ഇടയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യും. ഈ ആർമേച്ചറിൽ ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അത് നമ്മൾ കമ്മ്യൂട്ടേറ്റർക്ക് കൊടുത്തിട്ടാണ് പുറത്തേക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കുന്നത്. പക്ഷേ ഈ ആർമേച്ചറിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതും വൈൻഡിങ്സ് ആണല്ലോ. അത് വൈൻഡിങ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ആർമേച്ചർ ഫ്ലക്സ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ
നമ്മുടെ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോൾ സൗത്ത് പോളൊക്കെ ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. സോളിനോയിഡ് വൈൻഡിങ്സ് ആണ്. പോൾ കോറിൻ്റെ മേലെ പോൾ വൈൻഡിങ്സ് ഫീൽഡ് വൈൻഡിങ്സ് കൊടുത്തിട്ടാണ് ടെമ്പററി മാഗ്നറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിൽ തന്നെ ആർമേച്ചറും ഇതുപോലെ കമ്പിച്ചുരുളുകളാണ്. അതിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് കോർ ഉണ്ടാവില്ല എന്നുള്ളൂ. കോർ കൊടുക്കുമ്പോഴാണ് അത് മാഗ്നറ്റ് ആവുന്നത്. പക്ഷെ കോർ കൊടുക്കാതെ എയർ കോറായിട്ട് തന്നെ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആർമേച്ചർ വൈൻഡിങ്സ് കൊടുക്കുമ്പോഴും ചെറിയ നിരക്കുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റ് അഥവാ അത് കറങ്ങുന്ന സമയത്ത് അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് കറണ്ട് വൈൻഡിങ്സ് ആയതുകൊണ്ട് എയർ കോറ് മതി ചെറിയ മാഗ്നറ്റിക് ഫ്ലക്സ് അതിലുണ്ടാവാൻ. അപ്പോൾ ആ ഫ്ലക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ ഫ്ലക്സ്. അതിൻ്റെ ഡയറക്ഷനാണ് ഈ ഒരു പച്ച കളറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആർമേച്ചർ ഫ്ലക്സ് മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്ത് ചെയ്യും? ഇൻ്റർഫിയർ ചെയ്യും. അതിനെ തടുക്കും, അല്ലെങ്കിൽ അതിനെ ഇൻ്റർഫിയർ ചെയ്യും. ഇപ്പോൾ രണ്ട് ഒരേപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇപ്പോൾ നമ്മൾ രണ്ട് സൗത്ത് പോൾ അടുത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ നോർത്ത് പോൾ ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പൽ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇൻ്റർഫിയർ ചെയ്തത് കൊണ്ടാണ്. ഇതുപോലെ ഈ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ നമ്മൾ ആർമേച്ചർ ഫ്ലക്സ് ലൈൻസ് എന്ത് ചെയ്യും? ഇൻ്റർഫിയർ ചെയ്യും. അല്ലാതെ അതുമായിട്ട് ഒന്ന് ഇൻ്റർഫിയർ ചെയ്യും. ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഒന്ന് ചേഞ്ച് ചെയ്യും. അതൊന്ന് എന്ത് ചെയ്യും? ആ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഒന്ന് തെറ്റിയിട്ട് നമ്മളെ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഒന്ന് എന്ത് ചെയ്യും? ലേശം അവിടുന്ന് മാറും. ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് അതിൻ്റെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഒന്ന് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇതാണ് അഥവാ ആർമേച്ചർ ഫ്ലക്സ് കാരണം മെയിൻ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ വ്യതിയാനം അല്ലെങ്കിൽ ഡിസ്റ്റോർഷനെയാണ് മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷനെയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആർമേച്ചർ ഫ്ലക്സ് കാരണം മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്ന ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ വ്യതിയാനത്തെയാണ്, അഥവാ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ന്യൂട്രൽ ആക്സിസിൽ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ചേഞ്ച് ചെയ്തിട്ട് അതൊന്ന് എന്ത് ചെയ്യും? ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്ത് ഒന്ന് വളഞ്ഞ് തിരിഞ്ഞു പോകും അല്ലേ? നിങ്ങൾ കാണാം മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ആദ്യത്തെ ഫിഗർ ഇതാണ്. അതിൽ ആർമേച്ചർ റിയാക്ഷൻ മാത്രം വരുന്ന സെപ്പറേറ്റ് ഫിഗറാണിത്. രണ്ടും കൂടി വന്നപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പ്രാക്ടിക്കൽ കേസിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ആർമേച്ചർ ഈ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിൻ്റെ ഇടയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഈ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിലെ ഈ ആർമേച്ചർ ഫ്ലക്സ് എന്ത് ചെയ്യും? ഇൻ്റർഫിയർ ചെയ്യും അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒന്ന് കറക്റ്റ് ലൈൻ പാത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ആർമേച്ചർ കാരണം അല്ലെങ്കിൽ ആർമേച്ചർ ഫ്ലക്സ് കാരണം മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്ന ഡിസ്റ്റോർഷനെയാണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നിങ്ങൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് നമ്മൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആർമേച്ചർ വൈൻഡിങ്സ് ആയതുകൊണ്ട് തന്നെ ആർമേച്ചറിൽ എന്ത് ചെയ്യും? ഈ ആർമേച്ചർ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിൻ്റെ ഇടയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിന് പുറമെ ആർമേച്ചറിലും ചെറിയ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഈ ആർമേച്ചറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. അതിൻ്റെ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് എന്ത് ചെയ്യും? തെറ്റിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതെന്ത് ചെയ്യും? അതിൽ ഡിസ്റ്റോർഷൻ, ആ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും ആർമേച്ചറിൻ്റെ ഫ്ലക്സ് കാരണം. ഇതിനെയാണ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതൊന്നും എക്സാമിന് ചോദിക്കാൻ സാധ്യത കുറവ്. എന്നാലും ഇനി അഥവാ ഡീറ്റെയിൽ ആയിട്ട് ആർമേച്ചർ റിയാക്ഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ
വളരെ ഹൈ മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ മനസ്സിലാക്കി വെക്കുക. ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ആർമേച്ചർ റിയാക്ഷൻ വിൽ റെഡ്യൂസ് ദി ജനറേറ്റഡ് EMF ഡ്യൂ ടു ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് ഫ്ലക്സ് പെർ പോൾ. അത് നമ്മളെ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റഡ് എന്താണ് EMF, ജനറേറ്റഡ് EMF എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ്, ആ ജനറേറ്റർ വോൾട്ടേജിനെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. പിന്നെ ഒന്ന് എന്താണ്, ആർമേച്ചർ റിയാക്ഷൻ ക്യാൻ കോസ് അയേൺ ലോസ് ഓൺ ലോഡ്. അയേൺ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പർ ലോസ് എന്നാണ് പറയുക, അപ്പോൾ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ലോസ്. അപ്പോൾ അതും അയേൺ ലോസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഇറ്റ് കോസ് സ്പാർക്കിംഗ് മേ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെൻറ്റ്സ്. ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ചെറിയ സെഗ്മെൻറ്റ്സുകളുടെ ഇടയിൽ സ്പാർക്കിംഗ് അല്ലെങ്കിൽ കറണ്ട് കാരണം ഉണ്ടാകുന്ന സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ആർമേച്ചർ റിയാക്ഷൻ കാരണം. അതുപോലെ ആർമേച്ചർ റിയാക്ഷൻ കാരണം തന്നെ ദിസ് വിൽ മേക്ക് കമ്മ്യൂട്ടേഷനെ ഡിഫിക്കൽട്ട്, അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷനിൽ ഡിലേ ഒക്കെ വരാൻ, അഥവാ AC-നെ DC ആയി കൺവേർട്ട് ചെയ്യുന്ന കമ്മ്യൂട്ടേഷനിൽ ഡിഫിക്കൽട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള റെമഡീസൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സാമിന് നിങ്ങൾക്ക് ഇല്ല. ഞാൻ ജസ്റ്റ് റെമഡീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല ടൈപ്പ് റെമഡീസൊക്കെ ഉണ്ട്. ഇത് എക്സാം നിങ്ങൾക്കൊരു സിലബസിൽ പറയുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ റിലക്റ്റൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ ഇടയിൽ റിലക്റ്റൻസ് പാത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട്, റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് റെസിസ്റ്റൻസ്. നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് കടത്തി വിടാനുള്ളതിനെതിരെയുള്ള ഒപ്പോസിഷനാണ്. എന്നാൽ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ പാസ് ചെയ്യുന്നതിനെതിരെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഒപ്പോസ് ചെയ്യുന്നതിനാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിലക്റ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രോസ് മാഗ്നറ്റൈസ് ചെയ്യുന്ന, അഥവാ നമ്മൾ ആർമേച്ചറിൻ്റെ റിലക്റ്റൻസ്, ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ റിലക്റ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ട് അതിനെ ഫ്ലക്സ് പരമാവധി റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആർമേച്ചർ ടീത്തിൻ്റെ ഇതിലൊക്കെ ഡിസൈനിലൊക്കെ വ്യത്യാസപ്പെടുത്തും. അത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ പരമാവധി എന്താണ് ആർമേച്ചർ റിയാക്ഷനെ ഒഴിവാക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, കാരണം അതൊന്നും എക്സാമിന് നിങ്ങൾ ചോദിക്കുന്നില്ല, അതുപോലെ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടില്ല. അത് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ അതിൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് ആർമേച്ചർ റിയാക്ഷനും എന്താണ് മെയിനായിട്ട് ചോദിക്കുക, ആർമേച്ചർ റിയാക്ഷൻ എന്താണെന്നാണ്. അത് നിങ്ങൾ ഫിഗർ വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്യുക, അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഗറാണ് നിങ്ങൾ ആർമേച്ചർ റിയാക്ഷൻ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ 3 ഫിഗറാണ് വരക്കേണ്ടത്. ആദ്യം മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ്, പിന്നെ ആർമേച്ചർ ഫ്ലക്സ്, അത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴുള്ള മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ഡിസ്റ്റോർഷൻ, ഇതാണ് പറയേണ്ടത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ കൂടുതൽ മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്, അത് ആർമേച്ചർ റിയാക്ഷൻ ഈ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ച് ചെറിയൊരു ബ്രീഫ് നോട്ട് കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്റർ ആണെങ്കിൽ, ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്റർ ഒരു വാഹനത്തിൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ജനറേറ്റർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വോൾട്ടേജ് നമ്മൾ എൻജിൻ്റെ RPM അനുസരിച്ച് ഈ ജനറേറ്ററിൻ്റെ RPM കൂടും കുറയും ചെയ്യും. കാരണം ഈ എൻജിനുമായി ഇത് ബെൽറ്റ് വെച്ച് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഈ മൊഡ്യൂളിൻ്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഒരു ചാർജിങ് സിസ്റ്റത്തിൽ ഒന്ന് ജനറേറ്ററിൻ്റെ കൂടെ പിന്നുള്ളത് എന്താ, റെഗുലേറ്ററാണ്. അപ്പോൾ റെഗുലേറ്റർ എന്ത് ചെയ്യാണ്, ഈ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ട് വോൾട്ടേജിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, ഒരു ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, അതിലുള്ള മെത്തേഡ്സാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.